രാവിലെ ഉറക്കെണീറ്റ ഉടനെ മക്കളുടെ ഒരു ചോദ്യം വരും, ഇന്ന് എന്താണ് രാവിലെ കഴിക്കാൻ എന്ന് വെച്ചാൽ എന്നും ദോശ അപ്പമൊക്കെ കഴിച്ച് കഴിച്ചാൽ അവരങ്ങ് മടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്മൂത്തി ആക്കിയാലോ. ഈസിയാണ്, എളുപ്പം ഉണ്ടാക്കാം. അതിനിപ്പോൾ വേണ്ട സാധനങ്ങൾ നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി എടുക്കാം, ബദാം എടുക്കാം, വാൾനട്ട് എടുക്കാം. ഏത് നട്ട്സാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അതെടുത്താൽ മതി. വേവിച്ചതാണ് 1/2 കപ്പ് ഓട്സ് 1 കപ്പ് വെള്ളത്തിലേക്കിട്ട് വേവിച്ച്, നന്നായിട്ട് വേവിക്കണ്ട, ഒരല്പം വേവിച്ചിട്ട് അതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തതാണ്. പിന്നെ ഈന്തപ്പഴം ഒരു 10 ഈന്തപ്പഴം, 2 ഏത്തമ്പഴം, 250 ml മിൽക്ക്, പാലും കാച്ചിയതാണ്. കാച്ചിയ പാലെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം പൊതുവേ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോഴേക്കും അതങ്ങ് വയറ്റിൽ പോവുകയും ചെയ്യും, ഒരു ഫുൾ ഡേ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം. ഇത് എൻ്റെ അടുത്തേക്ക് ഈന്തപ്പഴം അല്പം ഡ്രൈ ആണ്, അപ്പം ഞാൻ ഇത്തിരി നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്തതാണേ. പിന്നെ ഓട്സ്, നട്ട്സ്, അല്പം പാലൊഴിച്ച് അടിച്ചാൽ മതി. പിന്നീട് നമുക്ക് പാൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അല്പം ഫ്ലേവറിന് വേണ്ടിയിട്ടും ഈ പഴത്തിൻ്റെയും ഓട്സിൻ്റെയൊക്കെ കുത്തലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കുന്നു. ഓക്കെ, ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അല്പം കൂടെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഞാൻ ഇതിലേക്ക് കുക്ക് ചെയ്ത ഓട്സാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാത്ത ഓട്സും ചേർക്കാം. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.